ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയതിനു ശേഷമുണ്ടായ മാറ്റങ്ങൾ ഒരുപാട് ചർച്ചയായതാണ്. നിരവധി പ്രധാന താരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന അമേരിക്കൻ ലീഗിനെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മെസ്സിക്ക് കഴിഞ്ഞു. സീസണിന്റെ പകുതിയിലാണ് മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയത്. ആ സമയത്ത് ലീഗിന്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന ഇന്റർ മയാമിക്കൊപ്പം നേട്ടമുണ്ടാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി 2 ഫൈനലുകളിൽ കളിച്ച ഇന്റർ മയാമി ഇതിലൊന്നിൽ കിരീടം സ്വന്തമാക്കി. മെസ്സിയുടെ വരവ് അമേരിക്കൻ ലീഗിനും ഇന്റർ മയാമിക്കും കളിക്കളത്തിലും അതിന് പുറത്തും നേട്ടമുണ്ടാക്കി നൽകിയെന്ന് വ്യക്തം. മെസ്സി എഫക്റ്റ് ചെറുതൊന്നുമല്ലെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നു. 2023 ഏറ്റവും അധികം പേർ ഇന്റർനെറ്റിൽ തെരഞ്ഞ സ്പോർട്സ് ക്ലബ്ബുകളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്നത് മെസ്സിയുടെ ഇന്റർ മയാമിയാണ്. കഴിഞ്ഞ സമ്മറിൽ PSG വിട്ട് ഇന്റർ മയാമിയിലേക്ക് ചേക്കേറാനുള്ള മെസ്സിയുടെ തീരുമാനമാണ് ഇതിന് കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല. 2023 തന്നെ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിലേക്ക് ചേക്കേറിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പേർ പിന്തുടരുന്ന കായിക താരമായിട്ടും റൊണാൾഡോ ചേക്കേറി അൽ നസറിനെ തെരഞ്ഞവരുടെ എണ്ണം ഇന്റർ മയാമിയെ തെരഞ്ഞവരെ അപേക്ഷിച്ച് കുറവാണ്. ഈ ലിസ്റ്റിൽ അൽ നസർ 3ാം സ്ഥാനത്താണ്. അമേരിക്കയിലെ NBA ടീമായ ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ് ആണ് ഇക്കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.